മരങ്ങളുടെ ചില്ലകൾ തമ്മിൽ ആകാശത്ത് വെച്ച് ചേർത്ത് പിടിക്കുന്ന സീനുകൾ. അപ്പോൾ എന്ന് വെച്ചാൽ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ. ആന നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകവും താല്പര്യമൊക്കെയുള്ളൊരു ജീവിയാണല്ലോ, ഒപ്പം പേടിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോവാം. ഒരുപാട് പ്രദേശങ്ങൾ കാണാനും അനുഭവിക്കാനും ഇഷ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. യാത്രകൾ ഏതു സമയത്തും നമുക്ക് സാധിക്കണമെന്നില്ല, പക്ഷേ യാത്രാ വിവരണങ്ങൾ പീസ് റേഡിയോയിലൂടെ ദൃശ്യം പ്രോഗ്രാമിലൂടെ അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മുമ്പുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ എഴുത്തുകാരനും യാത്രക്കാരനും ഒക്കെ ആയിട്ടുള്ള ഇബ്നു അലിക്കയാണ് കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇബ്നു അലിക്ക, മുമ്പ് നമ്മൾ രാജസ്ഥാനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ദൃശ്യം അതായിരുന്നു നമ്മൾ മുമ്പ് ലാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ജയ്സാൽമീർ യാത്ര ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണമായിരുന്നു എന്നുള്ള പിന്നീട് അതിൻ്റെ വിവരമൊക്കെ കിട്ടുകയുണ്ടായി. സന്തോഷം. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൃശ്യം പ്രോഗ്രാമിലെ പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് അല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും 300 മുതൽ 1400 സംതിങ് 438 വരെ ഉയരത്തിലുള്ള പർവ്വത നിരകളാൽ പാലക്കാട് ജില്ലയിൽ സമ്പന്നമായി കിടക്കുന്ന വന വിഭവങ്ങളിലും ഒരുപാട് നദികളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശം പറമ്പിക്കുളം. പലർക്കും കേട്ട് പരിചയമുള്ളതാണ്. പറമ്പിക്കുളത്തിനെ ശരിക്കും അറിഞ്ഞ് ആസ്വദിച്ച ഒരു യാത്രയുടെ വിവരണം, ആ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് യാത്രകൾ നടത്തിയാണ്, പക്ഷേ പറമ്പിക്കുളം മറ്റ് യാത്രകളിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്, ആ യാത്രയുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു, അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുക്കി പറയാം. പറമ്പിക്കുളം യാത്ര എൻ്റെ രണ്ടാമത്തെ യാത്രയായിരുന്നു അങ്ങോട്ടുള്ള. ഒരു 30 കൊല്ലം മുമ്പ്, അതായത് ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയായി എന്നൊക്കെ പറയാമല്ലോ അല്ലേ. താടിമുടിയൊക്കെ നിറച്ചിട്ടുള്ള കുട്ടിക്കാലത്തുനിന്ന് വേണമെങ്കിൽ പറയാം, ജോലിയൊന്നും ആവുന്നതിന് മുമ്പ്. ഞാനൊരു കൂട്ടുകാരനും കൂടി പോയിട്ടുള്ളൊരു ഓർമ്മയുണ്ട്. അന്ന് പറമ്പിക്കുളത്തേക്ക് ബസ്സിലും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ്, കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് അന്ന് പോയത്. അത് അവിടുത്തെ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിൽ ഒരു പരിചയം വെച്ചിട്ടാണ് അവിടെ താമസിച്ചത്. പറമ്പിക്കുളം എന്ന് ഓർമ്മ വരുമ്പോൾ ആനകളെയാണ് ഓർമ്മ വരാറ്. ഒരുപാട് ആനകൾ. ആന നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകവും താല്പര്യമൊക്കെയുള്ളൊരു ജീവിയാണല്ലോ, ഒപ്പം പേടിയുണ്ട്. ഒരുപാട് ആനകളുടെ ഒരു ഓർമ്മകളുടെ കൂമ്പാരമാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഒരു വലിയ ഡാം, പക്ഷേ ആൾപ്പാർപ്പില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യരെ കാണാൻ അപൂർവമായി മാത്രം കാണുന്ന, ഇടയ്ക്ക് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെ കാണുന്ന അങ്ങനെ ഒന്നാണ് പഴയൊരു ഓർമ്മ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറമ്പിക്കുളം പോകണം എന്നിങ്ങനെ ഒരു ആഗ്രഹം വീണ്ടും ഇങ്ങനെ വന്നിരുന്നു. കുട്ടികളോടൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും താല്പര്യമായിരുന്നു. അങ്ങനെ ഒത്തുവന്നു. സാധാരണ പിന്നെ ഫാമിലി അല്ലാത്ത യാത്രകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു യാത്രയെക്കുറിച്ചുള്ള വിവരണം എഴുതിയ സമയത്ത് അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നത്. ഇതൊരു ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. കുട്ടികളെല്ലാവരും ഒരുമിച്ച് തയ്യാറായി പോകണം എന്നുള്ളത്. അതെ, ഞാനും വൈഫും 2 ആൺമക്കളും കൂടിയിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ അന്ന് ബസ്സിനൊക്കെ കയറി ആയിട്ടായിരുന്നു യാത്ര. ഇപ്പോൾ സ്വന്തം കാറിലായിരുന്നു, മക്കൾ ഡ്രൈവ് ചെയ്യും, നമുക്കൊരു ഡയറക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കാറിനൊരായിട്ട് പിന്നിലിരുന്നാൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. അങ്ങനെയായിരുന്നു യാത്ര. അതിൽ പഴയ യാത്രയും പണ്ട് ചെറുപ്പത്തിൽ പോയ ബാല്യത്തിലെ ആ ഒരു ഓർമ്മയും പിന്നീട് ഈ ഒരു സമയത്തും തമ്മിൽ സ്ഥലം മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി. പറമ്പിക്കുളത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കത് പറയാം. പക്ഷേ അതിൻ്റെ മുമ്പ് ഇതൊരു പാക്കേജ് ആയിരുന്നോ, അതോ എങ്ങനെയായിരുന്നു യാത്രയുടെ ഒരു പദ്ധതി, എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു പോയെന്നൊന്നും പറയാം. പണ്ടത്തേത് എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ എന്തോ ഒരു പെർമിഷൻ ഉള്ള ഒരു സാമ്പത്തിക ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ വണ്ടിയല്ല, ടാക്സി പോലെയൊക്കെയുള്ള വണ്ടികളായിരിക്കും, നമുക്കൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് എല്ലാം ആധുനിക കാലഘട്ടങ്ങളിൽ യാത്രയും എല്ലാം പ്ലാൻഡ് ആണല്ലോ, പ്രീ പ്ലാൻഡ് യാത്രകൾ, പ്രത്യേകിച്ചും ഫാമിലി ആകുമ്പോൾ. അതെ അതെ. പറമ്പിക്കുളം .org സൈറ്റിൽ കയറിയാൽ പറമ്പിക്കുളത്തിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും. അതിൽ പലതരത്തിലുള്ള സ്റ്റേകളെ കുറിച്ച് വിവരം ലഭിക്കും. അതിൻ്റെ റേറ്റ് അറിയിക്കാം. ആ ഡേറ്റ് ഒഴിവാണെങ്കിൽ
ആ ഡേറ്റ് ഒഴിവുള്ള ഡേറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് പാക്കേജിൽ വരുന്നത് എന്ന് നോക്കാം. അങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ കയറിയിട്ട് 2 കോട്ടേജ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് ശരി. അപ്പോൾ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്ത് അല്ലാതെ നേരിട്ട് ഒരാൾക്ക് പോയിട്ട് കണ്ടുവരാൻ പറ്റുന്നൊരു? അവിടെ നേരിട്ട് പോകാം. സ്റ്റേ അവൈലബിൾ ആണെങ്കിലേ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ മിക്കവാറുമൊക്കെ കാരണം കുറേ മല കയറി യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു മടങ്ങിപ്പോരലൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവാണ് സേഫ്. അങ്ങോട്ട് ഏതായിരുന്നാലും സ്വന്തം വണ്ടിയിൽ പോയി അല്ലേ? അതായത് നാട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടു. ഫാമിലിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ലേഡിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുങ്ങി പുറപ്പെടാനൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. നമ്മളെ പോലെ പെട്ടെന്നൊരു ബാഗും തൂക്കിയിട്ട് പോയാലും നടക്കില്ല. അപ്പോൾ പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ മിക്കവാറും ഞാൻ പറയൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാണ്. അപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമാവും. അടുക്കളയിലുള്ള യുദ്ധം, രാവിലത്തെ യുദ്ധം ഒഴിവാക്കാമല്ലോ. പിന്നെ മണ്ണാർക്കാട് ബസ്സിരുന്ന് ഒരു KTDCയുടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഇഡ്ഡലിയൊക്കെ കഴിച്ച് അങ്ങനെ പാലക്കാട് കയറി. പാലക്കാട് നിന്ന് മീനാക്ഷിപുരം അതിർത്തി വഴി അങ്ങനെ പോയി പൊള്ളാച്ചിയിലെത്തി. പൊള്ളാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പൊള്ളാച്ചി തമിഴ്നാടാണ്. ശരിക്ക് പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്. അതെ. പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ തമിഴ്നാട് പൊള്ളാച്ചി വഴി എന്ന് പറയുമ്പോൾ ആ റൂട്ട് എങ്ങനെയാണ്? ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള വഴി എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ക്രോസ് ചെയ്യാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ പൊള്ളാച്ചിയിൽ തമിഴ്നാടിൻ്റെ ഒരു പീസ് കയറി വീണ്ടും പിന്നെ നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കയറിയിട്ട് വീണ്ടും കാടിലൂടെ വളഞ്ഞു പൊളിഞ്ഞ് അങ്ങനെയാണ് യാത്ര. ഓക്കെ. ആ റൂട്ടിന് എന്തെങ്കിലും ഒരു കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു? ആ പോകുന്ന പാലക്കാട് വഴി പോകുമ്പോൾ ടൗൺ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ മലയോരങ്ങൾ മല കയറി പോകണമല്ല, ആനമലയുടെ ഒരു ഭാഗത്താണ് ഇതും തോന്നുന്നത് അല്ലേ പറമ്പിക്കുളം കിടക്കുന്നത്. ആ റൂട്ടിൻ്റെ സവിശേഷത എങ്ങനെയാണ്? പാലക്കാട് ചിറ്റൂർ അതേപോലെ മീനാക്ഷിപുര ഭാഗത്തെ ഒരു പ്രത്യേക എപ്പോഴും പിന്നെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണത്. കൊല്ലംകോടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ കേരളത്തിലൊരു ഫീലല്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴൊരു കുറച്ചും കൂടി ആൾത്തിരക്കൊക്കെ കുറഞ്ഞ് ഒരു സമാധാനമായി. അതായത് വേലി കെട്ടി പണ്ടത്തെ ഇല്ലി എന്താണെന്ന് പറയാ, മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേലികള് മുളയുടെ വേലിയുടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ അതേപോലെ മുളയിൽ നിന്ന് വെട്ടിയിട്ടുള്ള ഇല്ലിക്കോല് കൊണ്ട് ചെയ്ത് ഉണ്ടാക്കിയ ഗേറ്റ് മാത്രമല്ല അവരുടെ മതിൽ പോലും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി. അവിടെ കുറെ വള്ളിപ്പടർപ്പുകളൊക്കെ പടർന്നു കിടക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ, അതേപോലെ ചെറിയ ചെറിയ വീടുകൾ. നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഇതിങ്ങനെ ചെറിയ ക്ലിപ്പുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതൊക്കെ ഏകദേശം ആ ഭാഗത്തു നിന്നുള്ളതിനായിരിക്കും. അതിനേക്കാളേറെ രസം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം വീതി കൂടിയ ടാർട്ട റോഡ്, നല്ല റോഡ്, പിന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തും പുളിമരങ്ങൾ. ആ പുളിമരങ്ങളുടെ ചില്ലകൾ തമ്മിൽ ആകാശത്ത് വെച്ച് ചേർത്ത് പിടിക്കുന്ന സീനുകൾ. അപ്പോൾ എന്താ വെച്ചാൽ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിനിടയിൽ ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും, രസമാണത്. വാൽപ്പാറയ്ക്ക് പോകുമ്പോഴും ആ റൂട്ടിലാണ് പോകാറുള്ളത്. അതേപോലെ നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോഴും കുറച്ച് അങ്ങനത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറമ്പിക്കുളത്തേക്കും ആ ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് മറ്റ് യാത്രകളിലെ ഒരു തുടക്കത്തിലെ എനർജി ശരിക്കും അത് കിട്ടും. അതായത് പുളിമരങ്ങളും പുളിക്കൊമ്പുകളും അതിർതീർത്ത ഒരു റോഡിലൂടെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പതുക്കെ പതുക്കെ അങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെയൊക്കെ പ്രത്യേക ശീലം അതിൻ്റെ വഴിയോരത്ത് കാണുന്ന തട്ടുകടകളുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി തോന്നും. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസകരമായ യാത്രയാണ്. ഏകദേശം പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്താൻ ഏകദേശം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ ഏകദേശം സമയം എടുക്കും? ഒരു 2-3 മണിക്കൂർ എടുക്കും. പതുക്കെയാണ് പോയത്. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ വണ്ടിയുടെ രേഖകൾ അതേപോലെ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണം, അത് രജിസ്റ്റർ ചെയ്യണം. തോന്നുന്നു ചെറിയൊരു ഫീസ് ഉണ്ട്, ഒരു 20-30 റുപ്പീസ് വണ്ടിക്ക് ഒരു ഫീസൊക്കെ ഉണ്ട്. അത് അടച്ചിട്ട് അതൊരു സ്ലിപ്പൊക്കെ തരും. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ അവിടെ
എത്തിയിട്ട് പറമ്പിക്കുളത്ത് എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്താണ് അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറമ്പിക്കുളത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു എയിം എന്താണ്? അവിടുത്തെ സഫാരിയാണോ? എന്താണ് നമ്മൾ ഫസ്റ്റ്? നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ, ഏതാണ്ട് 10 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യണം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏത് വണ്ടിയിലാണ്? നമ്മളെ വണ്ടി തന്നെ പോവാം. അത് പറമ്പിക്കൂടെ എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ആനമല ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോകും. അത് ഒരു വളരെ തിക്കായിട്ടുള്ളൊരു കാടല്ല, എന്നാൽ കാടും വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. അതങ്ങനെ വളഞ്ഞ് ഒരു ചുരം പോലെ തന്നെയാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അങ്ങനെയാണ് എൻ്റെ പേര് ഓർമ്മ വരുന്നത്. അതൊരു ലാൻഡിങ് പോലെ സ്ഥലമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ച്, പിന്നെ അവരുടെ ചെറിയ എക്സിബിഷൻ പോലെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ പിന്നെ മരത്തിൻ്റെയൊക്കെ ഷേപ്പിൽ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണാനാണോ ബുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ ചോദിക്കാൻ കാരണം കാണാനാണോ ബുക്കിങ്ങിനാണോ എന്ന് വെച്ചാൽ പിന്നെ അതിലൂടെ കടന്നു പോയാൽ അകത്തുള്ള വേറൊരു ഊര് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എൻട്രി ആണോ എന്ന് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത്, എന്നിട്ടൊക്കെ അവരൊന്ന് നോക്കിയിട്ടേ വണ്ടി അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ ഏതാ കുറച്ച് മീറ്ററുകൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ID കാർഡുകളൊക്കെ അവർ ചോദിക്കുന്നു, ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പിന്നെ മൊബൈൽ റേഞ്ച് കുറവാണ്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷെ അവർ നമുക്ക് വൈഫൈ തരും. വൈഫൈക്ക് അവർ 20 റുപ്പീസോ അങ്ങനെ ചെറിയ അതിൽ പേയ്മെൻ്റ് ഉണ്ട്. ഒരു റൂമിൽ ഒരാൾക്കോ രണ്ടാൾക്കോ അങ്ങനെ ഒരു നാച്ചുറലി ഉണ്ട്. പിന്നെ അതിൽ കൂടുതലുള്ളത് 2 റൂമിൽ 2 പേർക്കാണെന്ന് തോന്നുന്നു. സാധാരണ അങ്ങനെ വേറെ എവിടെ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? പൊതുവെ കാണാറില്ല. എനിക്ക് തോന്നുന്നത് ഒരു റൂമിലേക്ക് ഒരാൾക്കാണ് അവർ ഫ്രീ തോന്നുന്നുണ്ട്. എന്തായാലും കാശ് കൊടുത്തിട്ട് പിന്നെ 1-2 വൈഫൈയുടെ 20 രൂപയുള്ളൂ. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോകാം. അവർ കാണിച്ചു തരും. നമ്മൾ ബാഗ് വെച്ചൊക്കെ എടുത്തിട്ട് അവിടെ ആ സ്ഥലം തന്നെ ഒരു നല്ല രസമാണ്. കുറേ മരങ്ങൾക്കിടയിൽ പാർക്കിങ്, മരങ്ങൾക്കിടയിൽ സ്ഥലം ഉണ്ടാക്കിയതാണ്. അതിനിടയിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു കാട്ടിനുള്ളിൽ നിന്നുള്ള സ്റ്റേ തന്നെയാണ് ശരിക്കും. പിന്നെ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഒരു കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ്. അവിടെ ഓഫീസും കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ശരിക്കൊരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള ഓഫീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും? ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ ടൗണൊക്കെ ഒന്ന് വേണ്ടി വീണ്ടും ചായ കുടിച്ച് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ഉച്ചയായി അവിടെ ഉച്ചയാകുമ്പോൾ എത്തി. അപ്പോൾ ഏതാണ്ട് ശരിക്കും അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ പിന്നെ സ്റ്റേയുടെ റൂമുകളുടെയൊക്കെ മുകളിൽ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഉയരത്തിൽ മരങ്ങളുണ്ട്. അതിന് മുകളിൽ കൂടി അങ്ങനെ കുരങ്ങന്മാർ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കണം. ഒരു കാട്ടിലെത്തിയ ഫീൽ നമുക്ക് ശരിക്കും വരും. അവിടെ പിന്നെ താമസിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചാരികൾക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടോ? താമസിക്കാൻ യോഗ്യമായിട്ടുള്ള കുറേ ഹട്ടുകളോ? എങ്ങനെയാണ് അവിടെ താമസം? എങ്ങനെയാണ് അവിടെ സ്റ്റേ? ഒരു 4-5 തരം സ്റ്റേ ഉണ്ട്. അതിൽ ഫെൻഡഡ് നിഷെ, ഹണി കോംബ്, പെരുവരി ഐലൻഡ് നെസ്റ്റ്, ടിംബർ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഗ്രേഡുകളുള്ള കുറേ സംഗതികളുണ്ട്. ശരി. ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റൂമിന് എന്ന് വെച്ചാൽ 2 പേർക്കുള്ള സ്റ്റേക്ക് ഒരു 5,900 തൊട്ട് ഒരു 10,900 വരെയൊക്കെയുള്ള റേറ്റാണ് ഉള്ളത്. മിനിമം ലെവലാണ്. മിനിമം 5,900 തൊട്ടിട്ട് റേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പേർക്കാണ് 2 പേർക്കുള്ളത്. അതിൽ നമുക്ക് സ്റ്റേ ഉണ്ട്, പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു ട്രക്കിങ് അതിൻ്റെ കൂടെ പാക്കേജിൻ്റെ ഭാഗമാണ്. അതേപോലെ അവരുടെ വണ്ടിയിൽ നമ്മളൊന്ന് കാട്
കാണിക്കാൻ കൊണ്ടുപോകും. പിന്നെ ഒരു ബാംബു റാഫ്റ്റിംഗ്, ഒരു രസകരമായ ഒരു ഐറ്റം, അതൊക്കെ ചേർന്നിട്ടുള്ള പാക്കേജാണ്. നമുക്കൊരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ പിന്നെ അവിടുത്തെ ഗൈഡ്, പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യാത്രയുടെ മറ്റേ വീടുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഗൈഡ് എങ്ങനെ ശരിക്കും നമുക്ക് അത് എന്താണ് ആ ഒരു ലൊക്കേഷനെ കുറിച്ചുള്ള നല്ലൊരു വിവരണങ്ങളൊക്കെ കിട്ടുന്നതാണോ? കുറേ ഞങ്ങൾ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. ടെൻറ്റ് എന്ന് പറയുമ്പോൾ തറ കല്ലും മണ്ണും കൊണ്ടൊക്കെ കെട്ടിയതായിരിക്കണം, ആ ഒരു സ്ട്രോങ് ആണ്. പിന്നെ അതിലേക്ക് ഇരുമ്പിൻ്റെ ചെറിയൊരു കോണിയൊക്കെ, സ്റ്റെപ്പൊക്കെ കോണി അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ വലിയ കാലുകൾ, ഇപ്പോൾ നമ്മൾ പുതിയ മോഡേൺ ടൈപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇരുമ്പിൻ്റെ തൂണും കാലുകളൊക്കെ വെച്ച്, അതുകൊണ്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തം ടെൻറ്റ് തന്നെയാണ് അത് ശരിക്കും. അപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മൾ സാധാരണ ടെൻറ്റ് പറയുമ്പോൾ നമ്മൾ മനസ്സിലുള്ള സങ്കല്പം ചെറുത് അങ്ങനെ ഇടുങ്ങിയെന്നല്ലേ, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നടുക്കൊരു കട്ടിലും പിന്നെ സൈഡിൽ മേശയും കസേരകളും, കുറേ നീളത്തിൽ നല്ലൊരു പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന് സംഗതികളുണ്ട്. പിന്നെ ടെൻ്റാണെങ്കിൽ പോലും നമുക്ക് വിൻഡോസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പിന്നെ ടാർപ്പായ ചുരുട്ടി കെട്ടിയാൽ നമുക്കത് പിന്നെ ഇത് പോലെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം ഉച്ചയുടെ തൊട്ട് മുമ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരുന്നു അവിടെ. അപ്പോൾ തുറന്നിടാൻ പറഞ്ഞു. തുറന്നിട്ടാൽ നല്ല കാറ്റ് പുറത്തുനിന്ന് വരും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പുറത്തേക്ക് പോകുമ്പോൾ അത് അടച്ചിടണം, അല്ലെങ്കിൽ കുരങ്ങന്മാരകത്ത് കയറും. അത് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ജസ്റ്റ് നമ്മൾക്കൊരു ബ്രീഫിങ് തരും, നിങ്ങളുടെ ഫുഡ് ഇത്ര സമയത്ത് റെഡിയാവും, അത് വന്നിട്ട് കഴിക്കാം, അത് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ അപ്പോഴേക്കും നമ്മൾ പോകാനുള്ള വണ്ടി വരും, ഞങ്ങൾ അറിയിക്കും, അങ്ങനെ പറയും. ആ വൈകുന്നേരമാണോ അവിടെ എത്തി? ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് നെക്സ്റ്റ് ട്രക്കിങ്ങിനായിട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ താമസം ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഭാഗം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ഏകദേശം സമയമായിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പറമ്പിക്കുളം പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ സൈറ്റ്, സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് www.parambikulam.org സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേ വിവരങ്ങൾ കിട്ടും, പാക്കേജിൻ്റെ ഭാഗങ്ങൾ കിട്ടും, റേറ്റ് കിട്ടും, ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാം, നമുക്ക് ബുക്ക് ചെയ്യാം. ഒരു കുഴപ്പമില്ല, നേരെ പോകാം. അപ്പോൾ കാഴ്ചകൾ ഇനി കിടക്കുന്നേ ഉള്ളൂ. കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബ്നു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളാണ് ഈ ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിലൂടെ പറമ്പിക്കുളത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ആ യാത്രാ അനുഭവങ്ങളിലേക്കും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.